ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സ്പ്രേ പെയിൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ചെറിയൊരു വീഡിയോ ആണ്. സ്പ്രേ പെയിൻറ്റിൻ്റെ ഗണ്ണിനെ പറ്റിയിട്ടും കംപ്രസറിനെ പറ്റിയിട്ടും എല്ലാവരും ചോദിക്കാറുണ്ട്. പക്ഷെ അതിലേക്ക് ഉപയോഗിക്കുന്ന പൈപ്പിനെ പറ്റി ആരും ചോദിക്കാറില്ല. പൈപ്പ്, അതിന് കണക്ട് ചെയ്യുന്ന പൈപ്പ് ഒരു എന്താ പറയണ്ടത്, വലിയൊരു ഘടകമാണ്. പക്ഷേ അതിനെപ്പറ്റി ഒന്നും ആരും ചോദിക്കാറില്ല. പക്ഷെ നമ്മളിപ്പോൾ വിപണിയിൽ PU എന്ന് പറഞ്ഞിട്ട് പൈപ്പ് ഇറങ്ങിയിട്ട്, പോളിയൂറിത്തീൻ ട്യൂബ് ഇറങ്ങിയിട്ടുണ്ട്. ഞാനും ഇപ്പോൾ അടുത്ത കാലത്താണ് വാങ്ങിച്ചത്. അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. കാലങ്ങളായിട്ട് ഞാൻ ഉപയോഗിച്ചിരുന്ന പൈപ്പ് ഇതാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇതിന് നമ്മൾ ഹൈറ്റിലൊക്കെ പെയിൻ്റ് അടിക്കുമ്പോൾ ഈ പൈപ്പും നല്ല വെയിറ്റ് വരും. ഗണ്ണിലെ പെയിൻറ്റും പൈപ്പും കൂടെ നല്ലൊരു, നമുക്ക് താങ്ങാൻ പറ്റാത്തൊരു, കുറേ സമയം പെയിൻ്റ് അടിക്കുമ്പോൾ കൈയൊക്കെ ഭയങ്കര വേദനയായിരിക്കും. അപ്പോൾ അതിനൊരു പരിഹാരമാണ് നമ്മളെ PU പൈപ്പ്. അത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയാണ്. പ്ലാസ്റ്റിക് അല്ല, PU ആണ്, പോളിയൂറിത്തീൻ എന്ന് പറയേണ്ടത്. നമ്മളെ മെറ്റലിൻ്റെ ആ ഒരു പവർ അതിന് കിട്ടും. ശരിക്കും മെറ്റലിന് വലിയ വലിയ ഇൻഡസ്ട്രിയിലൊക്കെ മെറ്റലിന് ബദലായിട്ട് PUവിൻ്റെ മെറ്റീരിയലാണ് ഉപയോഗിക്കാറുള്ളത്. മറ്റേ ക്രഷറൊക്കെ ഇല്ലേ, മെറ്റൽ ക്രഷറിലൊക്കെ നെറ്റ് ഉപയോഗിക്കുന്നത്, മെറ്റലിൻ്റെ നെറ്റ് എളുപ്പം നശിച്ചു. അതുകൊണ്ട് അവർ PU പോളിയൂറിത്തീൻ ഇതാണ് നെറ്റാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അധികം ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ കണ്ടു കഴിഞ്ഞാൽ, ഞാനൊക്കെ ഇത് ആദ്യമേ കണ്ടിരുന്നു. പക്ഷേ ഞാനിത് കുറേ വൈകിയാണ് ഞാൻ വാങ്ങിച്ചത്. ശരിക്കും പറഞ്ഞാൽ വളരെ വിഷമം തോന്നി. എന്നപ്പോൾ ഇത്രയും കാലം വാങ്ങിക്കാതെ, ഇതിനെപ്പറ്റി അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ ധൈര്യത്തിൽ എല്ലാവർക്കും വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റും. ഇത് എത്ര ലോഡും എത്ര പവറും ഇതിൽ താങ്ങും. മറ്റേ പൈപ്പിനെക്കാട്ടിയും എയർ കൂടുതൽ ഇതിൽ, എന്താ പറയുക, എയർ നമുക്കൊരു 350 ലിറ്റർ കംപ്രസറിന് കണക്ട് ചെയ്താൽ, 500 ലിറ്റർ കംപ്രസറിന് കണക്ട് ചെയ്താലോ ഈ പൈപ്പിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ മറ്റേ പൈപ്പ് നല്ലതല്ലെങ്കിൽ വീർത്ത് കാരണം എൻ്റെ കയ്യിലുണ്ടായ മുന്നേ ഉള്ളൊരു പൈപ്പ് അങ്ങനെ വീർത്ത് വന്നിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് പറയാൻ കാരണം. അപ്പോൾ ഇത് നമുക്ക് കണക്ട് ചെയ്യാൻ, ഇതിപ്പോൾ 8mm പൈപ്പാണ്. 8mm പൈപ്പാണ്. ഇത് 10mm ഉണ്ട്, 12 ഉണ്ട്, 6 ഉണ്ടെന്ന് തോന്നുന്നത്. എനിക്കറിയില്ല അതിനെപ്പറ്റി. 8, 10, 12 അങ്ങനെ 3, അതിൽ കൂടുതലുണ്ടാവാം. അപ്പം ഞാനിത് വാങ്ങിച്ചത്, നമുക്കിതിപ്പം ഇതിൻ്റെ അഡാപ്റ്ററിലും 8mm ആണ് നമുക്ക് ഗണ്ണിനൊക്കെ കണക്ട് ചെയ്യുന്നത്. 10mm ഉണ്ടോയെന്ന് അറിയില്ല. പക്ഷേ 8mm ആണ് കറക്റ്റ് അളവ്. അതും കൂടെ പറഞ്ഞു നിൽക്കാം. അപ്പോൾ ഇത് നമുക്ക് എളുപ്പമാണ്. ഇത് കാണില്ലേ, നമുക്കിത് മറ്റേ ഓസ് ക്ലിപ്പൊക്കെ, പഴയ മോഡൽ ഓസ് ക്ലിപ്പെല്ലാം ഇട്ട് കഴിഞ്ഞാൽ അത് എപ്പോൾ ലീക്കാവും. നമ്മൾ ഒരുപാട് വണ്ണൂരിൽ ഓസ് ക്ലിപ്പ് ഇടാൻ പറ്റില്ല. ആ ചെറുത് ഇട്ട് കഴിഞ്ഞാൽ അതിന് ക്ലിപ്പ് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും. എല്ലാവർക്കും അനുഭവം ഉണ്ടാവും. ഒരു ദിവസം സ്പ്രേ ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ദിവസം അതിന് തന്നെ ഈ ക്ലിപ്പ് കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രശ്നം, അത് ഊരിത്തെറിക്കും, ഒരുപാട് പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതിൽ അങ്ങനെയുള്ള നല്ലൊരു അഡാപ്റ്റർ വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല, അതിൻ്റെ ലോക്കലുണ്ട്, ക്വാളിറ്റി കുറഞ്ഞതുകൊണ്ട് കൂടിയതൊക്കെ ഉണ്ട്. നല്ലത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ടാണ് ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ ഇത് ഫോൾഡ് ചെയ്താൽ ഇത് ഇവിടെ സെറ്റായി, നമുക്ക് അത്രയും ബുദ്ധിമുട്ടില്ലാതെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇത് നമുക്കൊരു 20 അല്ല 30 മീറ്റർ പൈപ്പും അല്ല ഒരു 50 മീറ്റർ പൈപ്പായി കഴിഞ്ഞാലും നമുക്കിതിൽ ലോഡ് വരില്ല. നമ്മൾ ഹൈറ്റിലേക്ക് പൈപ്പ് ലോഡ് നമുക്ക് ഉണ്ടാവില്ല. അതേസമയം നമുക്കൊരു 10 മീറ്റർ പൈപ്പൊക്കെ നമ്മൾ ഗണ്ണിലിങ്ങനെ തൂങ്ങിക്കിടക്കുന്നതാണെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റൂല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇത് ശരിക്കും പിരിഞ്ഞ് കയറില്ല. നമ്മൾ മറ്റേ പൈപ്പൊക്കെ ഇങ്ങനെ കുറേ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ പിരിഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നപ്പോൾ ഒരു ദിവസം തന്നെ എത്രയോ ടൈമിൽ നീർത്ത് ക്ലിയർ ചെയ്യേണ്ടി വരും. പക്ഷേ ഇതിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ല, വളരെയധികം സുഖമാണ് ഉപയോഗിക്കാൻ. അപ്പോൾ ഒരുപാട് കമ്പനി ഉണ്ട്. ഇത് ജെനറ്റിക്സ് അങ്ങനെയുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ നമ്മൾ ഇതിൽ തന്നെ കുറഞ്ഞതുണ്ട്. ഇത് മീറ്ററിന് 100 രൂപയായിട്ടും വരുന്നുണ്ട്. 100 രൂപ വരുന്നുണ്ട് മീറ്ററിന്. അത് മീറ്ററിന് 75 രൂപ, 90 രൂപ ആ റേഞ്ചിലുള്ളതും ഉണ്ട്. വാങ്ങിക്കുമ്പോൾ നല്ലത് തന്നെ വാങ്ങിക്കുക. എന്താ പറഞ്ഞാൽ പൈസ കുറഞ്ഞിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിന് അത്രയും ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ അതുപോലെ തന്നെ
ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു, ബൈ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും.